ഇതിപ്പോഴും ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 200 കോടി സിനിമയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 250 കോടി അല്ല, 200 ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 250 വേൾഡ് വൈഡ് വന്നു കഴിഞ്ഞു. 225. ആ സിനിമയുടെ 225 കോടി സിനിമയുടെ ഭാഗമായ ഒരാളാണ്. അത് വലിയ ഭാഗ്യം. ചില ആളുകൾക്ക് മാത്രം സംഭവിക്കുന്നതാണ്. അത് അങ്ങനെ ഒരു സംഭവം മൂവ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇതിപ്പോഴും ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു വിളി വന്നു. റെനി ദിവാകർ സുഹൃത്താണ്, വിളിച്ചു, ഇന്ന പടമാണെന്ന് പറഞ്ഞു, ജോയിൻ ചെയ്തു. പക്ഷേ പടത്തിൻ്റെ കഥാപാത്രം ഒരു നായകൻ്റെ അച്ഛൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ സിനിമ ഇങ്ങനെ നമ്മളതിൽ പങ്കെടുത്തു, ഷൂട്ടിംഗ് കഴിഞ്ഞു. സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കഥാപാത്രത്തിൻ്റെ ഡെപ്ത്ത് എനിക്ക് തിയേറ്ററിൽ മനസ്സിലായത്. അതുവരെ അതിൻ്റെ ഫുൾ സ്റ്റോറിയൊന്നും വിപിൻ സാറോ അല്ലെങ്കിൽ റെനിയോ അല്ലെങ്കിൽ ഡയറക്ടർ പോലും ഫുൾ സ്റ്റോറിയൊന്നും എന്നോടോ ആരോടും പറഞ്ഞിട്ടില്ല. സിനിമ ഒരു പ്രേക്ഷകനെ പോലെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സാധാ പ്രേക്ഷകനെ പോലെ നമ്മളും തിയേറ്ററിൽ അത്ഭുതപ്പെട്ടിരുന്നു. അതാണ് യാഥാർത്ഥ്യം. വീട്ടിൽ ഈ റോള് കഴിഞ്ഞപ്പോൾ ഈ സിനിമ റോളുണ്ട്, ഇതിലെ പ്രത്യേകിച്ച് റോളാണല്ലോ. വീട്ടിലൊരച്ഛനാണ്. ഈ സിനിമ കണ്ടിട്ട് വീട്ടുകാരൊക്കെ എന്താണ് പറഞ്ഞത്? അല്ല, അവർക്കും വലിയ സന്തോഷമായി. അവർക്ക് ഈ പറഞ്ഞിട്ട് മക്കൾക്കായാലും വൈഫിനായാലും അവർക്കൊക്കെ അവരുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, എന്ത് ദുഷ്ടൻ ആണ് അല്ലെങ്കിൽ എന്തൊരു ക്രൂരനാണെന്നൊക്കെ നമ്മളോട് പറയുന്ന പോലെ അവരോടും പറയുന്നുണ്ട് പലരും.